ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവവചന ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമായി നിശ്ചയിച്ചിരിക്കുന്ന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. 22ാമത്തെ വാക്യം കുറിവാക്യമായി വായിക്കട്ടെ. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ വചനത്തിലെ അത്ഭുത മർമ്മങ്ങളെ കാണുവാൻ അടിയങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത് അതിൽ ക്രിസ്തുവിലൂടെ നിവൃത്തിയായ പഴയ നിയമ പ്രവചനങ്ങളെ പ്രാധാന്യത്തോടെ നിവൃത്തിയായി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിനാലും ക്രിസ്തുവിൻ്റെ 5 പ്രധാന പ്രഭാഷണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാലും ആണ്. അതിൽ തന്നെ യേശു കർത്താവിൻ്റെ പർവ്വത പ്രസംഗം അഥവാ ഗിരിപ്രഭാഷണം ലോകത്തെ വളരെ അധികം സ്വാധീനിച്ച ഒന്നാണ്. നാം ഇന്ന് ധ്യാനിക്കുന്ന 19 അധ്യായം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു അഭിമുഖീകരിക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന ചോദ്യവുമായി പരീശന്മാർ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതും അതിന് യേശു നൽകുന്ന മറുപടിയുമാണ് അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്. തുടർന്ന് കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതും യേശു അവരുടെ തലയിൽ കൈവയ്ക്കുന്നതും നാം കാണുന്നു. ശേഷമാണ് ഒരുവൻ നിത്യജീവനെ പ്രാപിക്കുവാൻ എന്തു നന്മ ചെയ്യണം എന്ന ചോദ്യവുമായി യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. എന്നാൽ യേശുവിൻ്റെ മറുപടി കേട്ട് അവൻ സങ്കടത്തോടെ മടങ്ങിപ്പോകുന്ന ഇടത്താണ് ഈ വേദഭാഗം അവസാനിക്കുന്നത്. അനന്തരം ഒരുവൻ എന്ന് പരിചയപ്പെടുത്തിയാണ് വേദഭാഗം ഈ മനുഷ്യനെ അവതരിപ്പിക്കുന്നത് എങ്കിലും തുടർന്ന് 22ാം വാക്യത്തിൽ അവൻ യുവാവായിരുന്നുവെന്നും വളരെ സമ്പത്തുള്ളവനായിരുന്നുവെന്നും രേഖപ്പെടുത്തുന്നു. സഭയായി ഈ ഞായറാഴ്ച യുവജന ഞായറായി വേർതിരിച്ചിരിക്കുന്നു. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം യൗവനം ക്രിസ്തു ശൈലിയിൽ, യൂത്ത് ഇൻ ക്രൈസ്റ്റ് സ്റ്റൈൽ എന്നുള്ളതാണ്. അതോടൊപ്പം യുവജന സഖ്യം തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം യുവത ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികൾ, യൂത്ത് ട്രയൽ ബ്ലേസേഴ്സ് ടു ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ഈ ചിന്താവിഷയങ്ങളോട് ചേർന്ന് ഈ വേദഭാഗത്തിൽ നിന്നും 4 ചിന്തകൾ പങ്കുവെച്ച് ധ്യാനം ഉപസംഹരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, എങ്ങനെയാണ് യൗവനം ക്രിസ്തു ശൈലിയിൽ കൊണ്ടുപോകുവാനും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളായി മാറുവാനും സാധിക്കുന്നത്? അത് ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുന്നതിലൂടെയാണ്. ബൈ കീപ്പിംഗ് ഗോഡ്സ് കമാൻഡ്മെന്റ്സ്. 17ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനെയുള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഗുരു എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ ബഹുമാനത്തോടെ അവൻ ചോദിക്കുന്ന ചോദ്യം നിത്യജീവനെ പ്രാപിക്കുവാൻ എന്തു നന്മ ചെയ്യണം എന്നുള്ളതാണ്. അവിടെ യേശു അവനെ തിരുത്തുന്നതായി നാം കാണുന്നു. അതിനു കാരണം അവൻ നന്മയെക്കുറിച്ച് ചോദിച്ചതാണ്. നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 18ാം വാക്യത്തിൽ ഈ വേദഭാഗത്തിന്റെ പാരലൽ ടെക്സ്റ്റിൽ ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് കൂടുതൽ വ്യക്തതയോടെ പറയുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18ാം അധ്യായം 19ാം വാക്യത്തിലും ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് ആവർത്തിക്കുന്നു. ഒരുപാട് നന്മമരങ്ങൾ മുളപൊട്ടുന്ന ഒരു കാലത്തിൽ ദൈവം മാത്രമാണ് നന്മയെന്നും ദൈവത്തിലൂടെ മാത്രമാണ് നന്മയെ പുൽകുവാൻ സാധിക്കുന്നത് എന്നതും ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. നിത്യജീവനെ പ്രാപിക്കുവാൻ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് കൽപ്പനകളെ പ്രമാണിക്കുകയാണ് വേണ്ടത് എന്ന് യേശു മറുപടി നൽകുന്നു. അപ്പോൾ അവന്റെ മറുചോദ്യം കൽപ്പനകൾ ഏവ എന്നതാണ്. അവൻ ഏറ്റവും സുപരിചിതവുമായ 10 കൽപ്പനകളിലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട 6 കൽപ്പനകളാണ് യേശു അവനെ ഓർമ്മിപ്പിക്കുന്നത്. വളരെ നിസ്സാരമായി ഇവയൊക്കെ താൻ ചെറുപ്പം മുതൽ ചെയ്തു പോകുന്നതാണ് എന്ന് അവൻ പറയുകയാണ്. എന്നാൽ അത് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നല്ല എന്ന് നാം വിസ്മരിച്ചുകൂടാ. കാരണം യേശു കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഈ കൽപ്പനകളെയൊക്കെ പുനർവായിക്കുന്നത് നാം കാണുന്നുണ്ട്. കുല ചെയ്യുക എന്നതിനെ യേശു താരതമ്യം ചെയ്യുന്നത് സഹോദരനോട് കോപിക്കുക എന്നതുമായിട്ടാണ്. വ്യഭിചാരം ചെയ്യുക എന്നതിനെ യേശു പുനർവായിക്കുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതുമായി ചേർത്ത് വെച്ചാണ്.
അങ്ങനെയുള്ളപ്പോൾ അവൻ ആത്മവിശ്വാസത്തോടെ നൽകിയ മറുപടിയിൽ പോലും ന്യൂനതയുണ്ട് എന്ന് മനസ്സിലാക്കാം. സ്വയം നല്ലവനാണ് എന്ന വിചാരത്തിന്റെ പ്രതിഫലനമാകാം അവന്റെ ചോദ്യവും മറുപടിയും. ആയതിനാൽ യൗവനം ക്രിസ്തു ശൈലിയിൽ കൊണ്ടുപോകുവാനും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളായി മാറുവാനും സാധിക്കുന്നത് ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുന്നതിലൂടെയാണ്. സ്വയം നല്ലവനാണ് എന്ന ചിന്തയോടെയല്ല, മറിച്ച് ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുവാനുള്ള പരിശ്രമം ജീവിത ശൈലിയുടെ ഭാഗമായി മാറുമ്പോൾ ക്രിസ്തു ശൈലിയിൽ ജീവിക്കുവാനും ക്രിസ്തുവിലേക്ക് വഴികാട്ടികളാകുവാനും യുവതയ്ക്ക് കഴിയും. രണ്ടാമതായി, എങ്ങനെയാണ് യൗവനം ക്രിസ്തു ശൈലിയിൽ കൊണ്ടുപോകുവാനും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളായി മാറുവാനും സാധിക്കുന്നത്? അത് സൽഗുണപൂർണരാകുവാൻ ഇച്ഛിക്കുന്നതിലൂടെയാണ്. ബൈ ഡിസൈറിംഗ് ടു ബി പെർഫെക്റ്റ് ഇൻ വെർച്യു. 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. കൽപ്പനകൾ പ്രമാണിക്കുവാൻ യേശു ആവശ്യപ്പെടുമ്പോൾ അവയെല്ലാം താൻ ചെറുപ്പം മുതൽ ചെയ്യുന്നവയാണ് എന്ന അവന്റെ ഉത്തരത്തിന് മറുപടിയായിട്ടാണ് യേശു സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നത് സംബന്ധിച്ച് അവനോട് പറയുന്നത്. പർവ്വത പ്രസംഗത്തിലും യേശു സൽഗുണപൂർണതയെക്കുറിച്ച് പറയുന്നുണ്ട്. 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനാകുവീൻ എന്ന് പറയുന്നു. അവിടെ സൽഗുണപൂർണത സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രത്യേകതയായി പറയുകയും നാമും അങ്ങനെ സൽഗുണപൂർണരായി തീരണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇവിടെയുള്ള സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എന്ന പരാമർശം. സൽഗുണപൂർണനാകണമെങ്കിൽ എന്തു ചെയ്യണമെന്നുകൂടി ഇവിടെ യേശു പഠിപ്പിക്കുന്നു. സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നതാണ് യേശു പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുമെന്നും യേശു പഠിപ്പിക്കുന്നു. നിത്യജീവനുമായി ബന്ധപ്പെട്ട അവന്റെ ചോദ്യത്തിന് ഇവിടെ വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുകയാണ്. പർവ്വത പ്രസംഗത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ എന്ന യേശുവിന്റെ പ്രബോധനവും ഇവിടെ ഓർത്തുപോകുന്നു. സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുവാൻ ചെയ്യേണ്ടത് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുകയാണ് എന്ന് യേശു പഠിപ്പിക്കുകയാണ്. നാം നമുക്ക് വേണ്ടി ആർജിക്കുന്നതിലല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടുന്നതാണ് ശ്രേഷ്ഠം എന്ന് തിരിച്ചറിയുന്ന ഇടത്താണ് നിത്യജീവന്റെ അനുഭവക്കാരായി നാം മാറുന്നത്. അതിനാൽ യൗവനം ക്രിസ്തു ശൈലിയിൽ കൊണ്ടുപോകുവാനും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളായി മാറുവാനും സാധിക്കുന്നത് സൽഗുണപൂർണരാകുവാൻ ഇച്ഛിക്കുന്നതിലൂടെയാണ്. സൽഗുണപൂർണരാണ് എന്ന ചിന്തയോടെയല്ല, മറിച്ച് സൽഗുണപൂർണരാകുവാനുള്ള പരിശ്രമം ജീവിത ശൈലിയുടെ ഭാഗമായി മാറുമ്പോൾ ക്രിസ്തു ശൈലിയിൽ ജീവിക്കുവാനും ക്രിസ്തുവിലേക്ക് വഴികാട്ടികളാകുവാനും യുവതയ്ക്ക് കഴിയും. മൂന്നാമതായി, എങ്ങനെയാണ് യൗവനം ക്രിസ്തു ശൈലിയിൽ കൊണ്ടുപോകുവാനും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളായി മാറുവാനും സാധിക്കുന്നത്? അത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെയാണ്. ബൈ ഫോളോയിങ് ക്രൈസ്റ്റ്. 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ക്രിസ്താനുഗമനത്തിനായുള്ള ക്ഷണമാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. എന്നാൽ അതിന് ചില പ്രീ റിക്വസിറ്റുകൾ ഉണ്ട്. അവിടെയാണ് നാം മുൻപ് പറഞ്ഞ 2 ചിന്തകൾ. ആദ്യം ദൈവിക കൽപ്പനകളെ അതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് പ്രമാണിക്കേണ്ടതുണ്ട്. ശേഷം സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കേണ്ടതുമുണ്ട്. ആ ഇച്ഛയുടെ ഭാഗമായി ഉള്ളത് ഇല്ലാത്തവന് പങ്കിട്ട് കൊടുക്കേണ്ടതുമുണ്ട്. പിന്നെ വന്നാണ് അനുഗമിക്കേണ്ടത്. 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അനുഗമനം സ്വയം ത്യജിക്കലിന്റെയും ക്രൂശ് എടുക്കലിന്റെയും തുടർച്ചയായി സംഭവിക്കേണ്ടതാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവന് മാത്രമേ ക്രിസ്തുവിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കുവാനും കഴിയുകയുള്ളൂ. ആയതിനാൽ യൗവനം ക്രിസ്തു ശൈലിയിൽ കൊണ്ടുപോകുവാനും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളായി മാറുവാനും സാധിക്കുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെയാണ്.
ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് എന്ന ഡംബത്തോടെയല്ല, മറിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള പരിശ്രമം ജീവിത ശൈലിയുടെ ഭാഗമായി മാറുമ്പോൾ ക്രിസ്തു ശൈലിയിലേക്ക് ജീവിക്കുവാനും ക്രിസ്തുവിലേക്ക് വഴികാട്ടികളാകുവാനും യുവതയ്ക്ക് കഴിയും. നാലാമതായി, എങ്ങനെയാണ് യൗവനം ക്രിസ്തു ശൈലിയിൽ കൊണ്ടുപോകുവാനും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളായി മാറുവാനും സാധിക്കുന്നത്? അത് സമ്പത്തിന് പ്രഥമ സ്ഥാനം നൽകാതെ ഇരിക്കുന്നതിലൂടെയാണ്. ബൈ നോട്ട് ഗിവിംഗ് ഫസ്റ്റ് പ്രയോറിറ്റി ടു മണി. 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. വളരെ ആവേശത്തോടെയാണ് ഈ യൗവനക്കാരൻ ചോദ്യവുമായി യേശുവിന്റെ അടുത്തേക്ക് വരുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഓടി വന്ന് മുട്ടുകുത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അവൻ ഉള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്ന യേശുവിന്റെ ഉപദേശം അവന്റെ ആവേശമെല്ലാം കെടുത്തിക്കളഞ്ഞു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അവൻ ദുഃഖിച്ചു പൊയ്ക്കളഞ്ഞു എന്ന് രേഖപ്പെടുത്തുമ്പോൾ വിശുദ്ധ മർക്കോസ് അവൻ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്നു. വിശുദ്ധ ലൂക്കോസ് ആകട്ടെ അവൻ അതിദുഃഖിതനായി തീർന്നുവെന്ന് രേഖപ്പെടുത്തുന്നു. സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവൻ തയ്യാറല്ലായിരുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഈ വേദഭാഗങ്ങളെല്ലാം നമുക്ക് നൽകുന്നത്. ഈ മനുഷ്യൻ ഇന്നിന്റെ യുവതയുടെ പ്രതിനിധിയായി മാറുന്നതും ഇവിടെയാണ്. പണമാണ് എല്ലാത്തിലും വലിയത് എന്ന് പഠിപ്പിക്കുകയും അതിനുവേണ്ടി ഏത് ഹീനമായ വഴികളും തിരഞ്ഞെടുക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അസന്മാർഗിക മാർഗങ്ങളിലൂടെയുള്ള പണം സമ്പാദനം സാമാന്യവൽക്കരിക്കുന്ന പ്രവണത ഇന്ന് സമൂഹത്തിൽ കൂടി വരികയും അത് യുവതയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. സിനിമകളിലും എഴുത്തുകളിലും ഇതിന്റെ പ്രതിഫലനം കാണുവാൻ കഴിയും. ഇപ്പോൾ മലയാള സിനിമയിൽ 300 കോടി കളക്ഷൻ നേടി റെക്കോർഡിട്ട ഒരു സിനിമയിൽ പോലും ഡ്രഗ് പെഡ്ലിംഗ് ഒക്കെ ഒരു ക്രൈമാണോ എന്ന് അതിലാഘവത്തോടെ ചോദിക്കുന്നത് എന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പണം സമ്പാദിക്കുവാൻ എന്ത് അസഭ്യവും കണ്ടന്റ് ആക്കാം എന്ന സ്ഥിതിയും പണത്തിന് യുവത നൽകുന്ന മുൻതൂക്കത്തിന്റെ തെളിവാണ്. നാണം കിട്ടും പണം നേടുകിൽ, നാണക്കേടാ പണം മാറ്റിടുമെന്ന ചിന്ത യുവതയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. പണത്തിന് മുകളിൽ ചിലതുണ്ട് എന്ന ബോധ്യം യുവതയ്ക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ആയതിനാൽ യൗവനം ക്രിസ്തു ശൈലിയിൽ കൊണ്ടുപോകുവാനും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളായി മാറുവാനും സാധിക്കുന്നത് സമ്പത്തിന് പ്രഥമ സ്ഥാനം നൽകാതെ ഇരിക്കുന്നതിലൂടെയാണ്. ഈ ലോകത്തിലെ സമ്പത്തിനേക്കാൾ സ്വർഗീയ നിക്ഷേപത്തിന് പ്രാധാന്യം നൽകുന്ന ജീവിത ശൈലിയിലൂടെ ക്രിസ്തു ശൈലിയിൽ ജീവിക്കുവാനും ക്രിസ്തുവിലേക്ക് വഴികാട്ടികളാകുവാനും യുവതയ്ക്ക് കഴിയും. അടുത്ത കാലത്ത് മരണപ്പെട്ട ചാർലി കിർക്കിന്റെ ജീവിതം വളരെ ശ്രദ്ധേയമാണ്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 31 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ചിലതിനോടൊക്കെ വിയോജിപ്പ് ഉണ്ടെങ്കിൽ പോലും അടുത്ത കാലത്ത് അമേരിക്കയെ ഇത്രയധികം സ്വാധീനിച്ച ഒരു യുവാവ് വേറെയില്ല. ക്രിസ്തീയ വിശ്വാസത്തിനും ധാർമ്മിക മൂല്യങ്ങൾക്കും കിർക്ക് നൽകിയ പ്രാധാന്യം വളരെ പ്രസക്തമാണ്. കോളേജുകളിൽ തുടർച്ചയായി നടത്തിയ സംവാദങ്ങളും ശ്രദ്ധേയമാണ്. ഒരു കാലഘട്ടത്തെ സ്വാധീനിക്കുവാൻ ഒരു ക്രൈസ്തവ യുവാവായി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും നിലപാടുകൾക്ക് വേണ്ടി തന്നെ മരണപ്പെട്ടു എന്നുള്ളതും അങ്ങേയറ്റം പ്രചോദനകരമാണ്. ക്രൈസ്തവ യുവതയുടെ മുൻപിൽ ആയതിനാൽ തന്നെ ചാർലി കിർക്കിന്റെ ജീവിതം മുൻപോട്ട് വയ്ക്കുന്ന മാതൃകയും അങ്ങേയറ്റം സാങ്കത്യമുള്ളതാണ്. യൗവനം ക്രിസ്തു ശൈലിയിൽ അഥവാ യുവത ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികൾ എന്ന മുഖ്യ ചിന്തകളോട് ചേർന്ന് 4 ഉപചിന്തകളാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചത്. ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുന്നതിലൂടെയും സൽഗുണപൂർണരാകുവാൻ ഇച്ഛിക്കുന്നതിലൂടെയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെയും സമ്പത്തിന് പ്രഥമ സ്ഥാനം നൽകാതെ ഇരിക്കുന്നതിലൂടെയും ക്രിസ്തു ശൈലിയിൽ ജീവിക്കുവാനും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളായി തീരുവാനും യുവതയ്ക്ക് സാധിക്കട്ടെ. ആയതിന് ത്രിയേക ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ആമേൻ.